വീണ്ടുവരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഞായറാഴ്ചയ്ക്കായി സ്തോത്രം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സ്വരത്തിനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട്ട് ഇടപെട്ടൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അതിനാധാരമായിട്ട് റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. തിരുവെഴുത്തെന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നത് തന്നെ. അപ്പോൾ അബ്രഹാമിനെ പറ്റി റോമാലേഖനം എഴുതുമെന്ന് പൗലോസ് അല്ലെങ്കിൽ എഴുതിയ ആൾ പറയുകയാണ്. തിരുവെഴുത്തെന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. പലയിടങ്ങളിൽ നമ്മൾ അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ പറയുന്നൊരു വേർഡാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവനത് നീതിയായി കണക്കിട്ടു. അപ്പോൾ വിശ്വാസിയുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങൾക്കും ഒരു മാറ്റമുണ്ടായത് വിശ്വാസം മൂലമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടൊരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ദൈവസന്നിധിയിൽ നിലനിൽപ്പാനും ദൈവത്തെ സ്നേഹിക്കുവാനും കഴിയത്തുള്ളൂ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വിശ്വാസം നമുക്ക് ശോധന ചെയ്ത് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അവിശ്വാസം ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ കടന്നു വന്നാട്ട് അല്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഇവിടെ ഇതാ പറയുകയാണ്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്താണ് അബ്രഹാമിൻ്റെ വിശ്വാസം? ഇതാ ദൈവം അബ്രഹാമിനോട് പറയുന്നൊരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ പ്രൈസലോ 4-5 വാക്യങ്ങളിൽ, അവൻ നിൻ്റെ അവകാശിയാകുകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകുമെന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇവനിങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവനൊരു തലമുറയില്ലായിരുന്നു. പ്രൈസലോ അവൻ്റെ കുടുംബം നിലനിൽക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു തലമുറ ആവശ്യമാണ്. എന്നാൽ ഹല്ലേലൂയ, അബ്രഹാം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു വലിയ വിഷയമാണ് അവനൊരു തലമുറ ഇല്ലാത്തത്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇതാണ്, ഹല്ലേലൂയ, നീ നോക്കുക, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ കടൽക്കരയിലെ മണൽത്തിരി എണ്ണാൻ കഴിയുമെങ്കിൽ അതുപോലെ തലമുറയെ നൽകിത്തരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എന്നാൽ റോമാലേഖനത്തിൽ പറയുന്നു, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയ തൻ്റെ ശരീരം നിർജീവമായി പോയപ്പോഴും സാറയുടെ ഗർഭപാത്രം നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തമെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അവന് നീതിയായി കണക്കിട്ടു. അത് മാത്രമല്ല, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ കുറിച്ച് വിചാരിച്ചും കൂടിയാണ്. അപ്പോൾ അബ്രഹാമിനുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം കടൽക്കരയിലെ മണൽ പോലെ, അല്ലെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ തലമുറയെ തരാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് തിരിച്ചാണ്. ഹല്ലേലൂയ, അവന് ഏകദേശം 100 വയസ്സായി. മാത്രമല്ല, അവൻ്റെ ഭാര്യയായ സാറയുടെ ഗർഭപാത്രം നിർജീവത്വം പ്രാപിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചില നാൾ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും, സൗന്ദര്യം നഷ്ടപ്പെടും, ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടും.
അപ്പോൾ ഇതാ ഈ സാറയുടെ ഗർഭപാത്രം നിർജീവിതമായി. ഇനിയൊരു കുഞ്ഞുണ്ടാവുവാൻ അതിന് ശക്തിയില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അനേക വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മുമ്പോട്ട് സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ നടക്കുന്ന യാതൊരു ലക്ഷണങ്ങളുമില്ല, അതിനുള്ള സ്ഥലമല്ല, അല്ലെങ്കിൽ അതിന് ആ വാഗ്ദത്തം നിറവാനുള്ള വ്യക്തികൾ നമ്മളോട് സഹകരിക്കുന്നില്ല. എങ്ങനെ കാര്യങ്ങൾ നടക്കും, എങ്ങനെ ദൈവഹിതം നിറവേറുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. വാഗ്ദത്തം ചെയ്ത് പൂർണ്ണമായി പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ ഉറച്ച് അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ അനേക വാഗ്ദത്തങ്ങൾ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ തലമുറയ്ക്കുണ്ട്. എന്നാൽ നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന യാതൊരു സാഹചര്യങ്ങളും കാണത്തില്ല. അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളും, മുമ്പിൽ വെല്ലുവിളികളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണ്. പ്രൈസറാണ്. അപ്പോൾ അബ്രഹാം ചെയ്തൊരു കാര്യം, ഹല്ലേലൂയ, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവത്തിന് തരുവാൻ ശക്തൻ, അനുഗ്രഹിപ്പാൻ ശക്തൻ, വഴി തുറക്കാൻ ശക്തൻ എന്ന് താൻ വിശ്വസിച്ച് മഹത്വം കൊടുക്കുകയാണ്. എബ്രായ ലേഖനം 10:36 പറയുന്നു, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവശബ്ദം കേട്ടിട്ട് അത് നിറവേറി എടുക്കണമെങ്കിൽ ഇന്ന് കേട്ട് ചിലപ്പോൾ നാളെ, ചില വിഷയങ്ങൾ ഇന്ന് കേട്ടു നാളെ നടക്കും. എന്നാൽ ചില വിഷയങ്ങൾ ചില നാളുകൾ നീണ്ടുപോകും. അത്രയും നാൾ നമ്മൾ കാത്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ നാളുകളായി വാഗ്ദത്തം കേട്ടു, ഇനി ഒരു വിടുതലുണ്ടോ, ഇനി ഒരു അനുഗ്രഹമുണ്ടോ, ഒരു നന്മയുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്നു, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത അല്ലെങ്കിൽ ക്ഷമ, നീ വളരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ പ്രഭാതത്തിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ദിവസങ്ങളിൽ അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസം ഉറച്ചു നിന്നാട്ടെ, പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. ദൈവം ഫോഷ്കുറ ദൈവമല്ല, ഹല്ലേലൂയ, ദൈവം കള്ളം പറയും ദൈവമല്ല. ദൈവദിനത്തിൽ തന്നെ പറയുന്നു, ഞാൻ ഫോഷ്ക്ക് പറയും ദൈവമല്ല. സ്തോത്രം. ദിവസം ഉറച്ചു നിന്നാട്ടെ, ഒരു വാഗ്ദത്തം കാണും. എബ്രായ ലേഖനം 10:38 പറയുന്നു, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളം അവനിൽ പ്രസാദിക്കില്ല. എൻ്റെ നീതിമാൻ ഒരു ദൈവവേദത്തിൽ ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. എല്ലാം അനുഗ്രഹമായി തീരും, എല്ലാം നന്മയായി തീരും, വഴികൾ തുറക്കപ്പെടും, വാതിൽ തുറക്കപ്പെടും, ജീവിതത്തിൽ വിടുതലുണ്ടാവുമെന്ന് വിശ്വാസത്താൽ വേണം മുമ്പോട്ട് കടന്നു പോകേണ്ടത് ഓരോ ദിവസവും. അവിടെ പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളം അവനിൽ പ്രസാദിക്കില്ല. ദിവസങ്ങളിൽ വിശ്വാസം ശോധന ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ദിവസങ്ങളെ വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്താട്ടെ. നിൻ്റെ ശുശ്രൂഷയാണോ, നിന്നെ പറ്റിയൊരു ദൈവത്തിൻ്റെ പദ്ധതി, അഭിഷേകത്തെ നിറച്ച് ദൈവശക്തിയെ നിറച്ച് ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ കർത്താവിന് പ്രയോജനപ്പെടുമെന്നാണോ നിൻ്റെ വാഗ്ദത്തം? ദൈവമായ കർത്താവ് നിർവർത്തിക്കുന്ന ദൈവമാണ്. നിന്നെ അഭിഷേകം ചെയ്ത് തക്ക സമയത്ത് ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ദൈവമാണ്. മോശയെപ്പറ്റി ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാനുള്ളൊരുവനാണ്. എന്നാൽ ഏകദേശം 80 വയസ്സായപ്പോഴാണ് അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വെളിപ്പെട്ട് വന്നത്. അവനെ അഭിഷേകം ചെയ്ത് ദൈവശബ്ദം കേട്ട് ദിവസം എന്നെ കേൾക്കുന്ന ആരൊക്കെയോ പ്രായമായി ഇനി നടക്കുമോ, ഇനി ശുശ്രൂഷയുണ്ടോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നടക്കും. ദൈവത്തിന് കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പ്രായം പ്രശ്നമല്ല, ആരോഗ്യം പ്രശ്നമല്ല. നീ ദൈവസന്നിധി നിന്നെ തന്നെ താഴ്ത്തി കൊടുത്താൽ മതി. അത് അനുഗ്രഹമായി തീരും, വഴികൾ തുറക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എബ്രായ ലേഖനം 10:37 പറയുന്നു, ഇനി ഇത്രയും കാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. എന്നാൽ ഹല്ലേലൂയ, എൻ്റെ നീതിമാൻ വിശ്വാസാൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നശിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തില്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയും. അപ്പം രണ്ടാമത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്, അല്പകാലം കഴിഞ്ഞിട്ട് നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്.
യേശു കർത്താവ് നമ്മെ ചേർക്കുവാൻ, തൻ്റെ സഭയെ ചേർക്കുവാൻ, തന്നിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവത്തിലായി ജീവിച്ച് ആ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ചേർക്കുവാൻ കർത്താവ് ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളാണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അനേകർ ആ 10-ാം 38 ഭക്തിയിൽ പറഞ്ഞു, നാമോ നശിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അനേകർ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം വിട്ട്, അഭിഷേകം വിട്ട്, ദൈവത്തെ വിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ വിട്ട്, ദൈവശക്തി വിട്ട്, അതൊക്കെ തെറ്റെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ. അങ്ങനെയല്ല, നാമോ നശിച്ച് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് അങ്ങനെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദിവസങ്ങൾ മടങ്ങി വന്നാട്ട് ദിവസം നീ പ്രാർത്ഥിച്ചാട്ട് നിന്നെപ്പറ്റിയുള്ള ദൈവം നിറവേറും. നിന്നെക്കുറിച്ച്, നിൻ്റെ തലമുറയെക്കുറിച്ച് നിന്നോടുള്ള വാഗ്ദത്തം നിറവേറും. കാര്യങ്ങൾ നടക്കും. ശുശ്രൂഷയെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും. കർത്താവിൻ്റെ വരവിൽ നീ എടുക്കപ്പെടും. ആ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അവനത് നീതിയായി കണക്കിട്ട്. ദിവസങ്ങൾ ദൈവത്തെ വിശ്വസിച്ചാട്ട് ആ വിശ്വാസം മാത്രം മതി. അബ്രഹാം പ്രായം ഏകദേശം 100 വയസ്സായി. അവൻ്റെ ശരീരത്തിന് ഇനി അതിനുള്ള ശേഷിയുണ്ടോ എന്ന് അബ്രഹാം ചിന്തിക്കാം. അല്ലെങ്കിൽ ആ ഭാര്യയായ സാറായുടെ ഗർഭപാത്രം നിർജ്ജീവമായി ഇനിയും നടക്കുമെന്ന് ചിന്തിക്കുന്ന അതുപോലുള്ള പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ അബ്രഹാം ജീവിതത്തിൽ കടന്നു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെക്കുറിച്ചൊരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, പ്ലാനുണ്ടെങ്കിൽ, അതിനെതിരെ അനേകം വെല്ലുവിളികൾ, തടസ്സങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു വരും. അതിൽ നമ്മൾ ഉറച്ചു നിന്ന് വേണം നമ്മൾ കാത്തിരുന്ന് സഹിഷ്ണുതയോടെ കാത്തിരുന്ന് വേണം വാഗ്ദത്തം പ്രാപിക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ വാഗ്ദത്തങ്ങൾ ഓർക്കാം, ദിവസം ഏറ്റെടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിനെ പോലെ ഹല്ലേലൂയ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദിവസങ്ങളിൽ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, ആലോചനകൾ ഏറ്റെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.